ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. അടിമ എന്ന ത്രയാക്ഷര വാക്ക് ഇന്ന് കൂടുതൽ ഉപയോഗിക്കുന്നത് ലഹരി ഉപയോഗത്തിലും ഡിജിറ്റൽ ഉപകരണ ഉപയോഗത്തിലുമാണ്. ലഹരിക്കടിമ, ഓൺലൈൻ ഗെയിമിനടിമ എന്നിങ്ങനെയാണ് ഇക്കാലത്തെ അടിമകളെ വിളിക്കുന്നത്. പണ്ടുകാലത്ത് ഭാരം ചുമന്ന് മരിക്കാൻ വിധിക്കപ്പെട്ട് അടിമയാകാൻ തന്നെ ജനിച്ചവരുണ്ടായിരുന്നു. ഇന്ന് ഉടമയായി ജനിച്ച ശേഷം അടിമയായി തീരുന്നവർ. അന്നും ഇന്നും അടിമ എന്നാൽ സ്വപ്നങ്ങൾ മരിച്ചവർ എന്നാണ് അർത്ഥം. മയങ്ങല്ലേ മക്കളെ എന്ന സ്പെഷ്യൽ ന്യൂസ് പരമ്പരയുടെ 9ാം ഭാഗം അടിമത്തത്തെക്കുറിച്ചാണ്. അബുദാബി സ്റ്റെം സെൽ സെന്റർ കഴിഞ്ഞ ദിവസം യുഎയിലെ തന്നെ ആദ്യത്തെ ഡിജിറ്റൽ ഡീറ്റോക്സ് ക്ലിനിക്ക് ആരംഭിച്ചു. കുട്ടികളിൽ കൂടിവരുന്ന സ്ക്രീൻ ഉപയോഗം പലതരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കുന്നു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഇടപെടൽ. അക്രമാസക്തമായ വീഡിയോ ഗെയിമുകൾ കുട്ടികൾ കളിക്കുന്നത് തടയണമെന്ന് അബുദാബി പോലീസ് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത്തരം വീഡിയോ ഗെയിമുകൾക്ക് അടിമപ്പെടുന്നവരിൽ അക്രമവാസന കൂടുന്നു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഇടപെടൽ. ഇത് ഏതെങ്കിലും ഒരു ഇടത്തെ പ്രശ്നമല്ല. നമ്മുടെ നാട്ടിലും ഇത്തരത്തിലുള്ള അടിമത്തം വ്യാപകമായി മാറിയിട്ടുണ്ട്. താൻ അടിമയായി മാറുന്നത് ഒരാൾക്ക് തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ടാണ് എല്ലാ തരത്തിലുള്ള അടിമത്തവും നിലനിൽക്കുന്നത് എന്നോർക്കണം. ലഹരി ഉപയോഗിക്കുന്നവർക്കോ ഓൺലൈൻ ഗെയിമുകൾക്ക് അടിപ്പെട്ടവർക്കോ ഇത് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നുകൂടി മനസ്സിലാക്കണം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൈക്കാട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അരുൺകുമാർ പറയുന്നത് നോക്കൂ. ഈ ഡിജിറ്റൽ അടിമത്വവും ലഹരിയും തുല്യമായ പ്രശ്നങ്ങളുണ്ടാകും. ഇപ്പൊ ലഹരി ഒരുപക്ഷെ തലച്ചോറിലെ ഡോപ്പമിൻ എന്ന കെമിക്കലിന്റെ അളവ് വർദ്ധിപ്പിക്കുമ്പോൾ നമ്മുടെ ആത്മനിയന്ത്രണം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വരാം. അത് എന്താണോ മനസ്സിൽ തോന്നിയത്, ഇപ്പൊ നമുക്ക് മറ്റൊരാളോട് ദേഷ്യം തോന്നുമ്പോൾ ചിലപ്പോൾ അയാളെ ചീത്ത വിളിക്കാനോ അടിക്കാനോ ഒക്കെ തോന്നിയെന്നിരിക്കാം. പക്ഷെ നമ്മുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന തലച്ചോറിന്റെ മുൻഭാഗം നമുക്ക് ആത്മനിയന്ത്രണം പ്രദാനം ചെയ്യുമ്പോൾ ഇയാളെ പോയി അടിക്കുകയോ ചീത്ത വിളിക്കുകയോ ചെയ്താൽ അതൊരു ക്രിമിനൽ കേസാകാം, അത് നമുക്ക് ബുദ്ധിമുട്ടാകും എന്നുള്ളൊരു വിവേകം വരുന്നതോടുകൂടി നമ്മൾ സ്വയം നിയന്ത്രിക്കും. പക്ഷേ ലഹരികൾ ഉപയോഗിക്കുമ്പോൾ ഈ പറഞ്ഞ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിന്റെയും മറ്റും പ്രവർത്തനങ്ങളെ അത് ബാധിക്കുമ്പോൾ ഈ ആത്മനിയന്ത്രണം നഷ്ടപ്പെടുകയാണ്. അങ്ങനെ വരുമ്പോൾ എന്താണോ മനസ്സിൽ തോന്നുന്നത് അത് ഒരു നിയന്ത്രണവും ഇല്ലാതെ അതേപടി പ്രകടിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയാണ്. അപ്പോൾ ഈ ലഹരിക്ക് തീർച്ചയായിട്ടും ഒരു റോളുണ്ട്. മണിക്കൂറുകളോളം ഈ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ മുൻപിൽ ഇരുന്ന് സാമൂഹ്യ വിച്ഛേദനം അല്ലെങ്കിൽ സോഷ്യൽ ഡിസ്കണക്ഷൻ സംഭവിക്കുന്ന കുട്ടികളിലും ഈ എടുത്തുചാട്ട സ്വഭാവം കൂടുതലാണ്. പ്രത്യേകിച്ച് മണിക്കൂറുകളോളം ചടുലമായ വേഗത്തിലുള്ള ദൃശ്യങ്ങൾ മൊബൈലിലും മറ്റും കാണുന്ന കുട്ടികളിൽ സ്വഭാവത്തിലും ഒരു ശ്രദ്ധക്കുറവും എടുത്തുചാട്ട സ്വഭാവവും കൂടാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തേത്, ഇത്തരം അടിമത്തങ്ങൾക്ക് വിധേയരായ കുട്ടികളോ മുതിർന്നവരോ ആരുമാവട്ടെ അവർക്ക് ലൈഫ് സ്കിൽസ് അഥവാ ജീവിത നിപുണത എന്നൊരു സംഗതി നഷ്ടമാവുന്നു. എന്തും നേടിയെടുക്കണം എന്നൊരു ചിന്ത അവരെ ആകെ മൂടുന്നു. ജീവിത നിപുണതകൾ അല്ലെങ്കിൽ ലൈഫ് സ്കിൽസ് എന്നൊരു സംഗതിയുണ്ട്. ഇപ്പം പണ്ടൊക്കെ കളിക്കാനുള്ള സമയം കിട്ടുമായിരുന്നു കുട്ടികൾക്ക്. കളിയിലൂടെ കുറച്ച് ജീവിത പാഠങ്ങൾ പഠിക്കും. ഒരു കളി തോൽക്കാം, തോറ്റു എന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല, അടുത്ത കളി കളിച്ചാൽ ജയിക്കാം. അതുപോലെ ഒരു കളി ജയിച്ചു എന്ന് വിചാരിച്ച് അമിതമായിട്ട് ആഹ്ലാദിക്കേണ്ട കാര്യമില്ല, അടുത്ത കളി തോക്കാം. ഇതൊരു ജീവിത നിപുണത വിദ്യാഭ്യാസം വരുന്നത്. ഇപ്പൊ ഇത് നഷ്ടപ്പെടുന്നു, ഇതിനുള്ള അവസരമില്ലാതെ വരുന്നു. കളികളെല്ലാം ഏകാന്തമായ കളികളായി മാറുന്നു, ഡിജിറ്റലായ കളികളായി മാറുന്നു. നോക്കൂ, ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടിയ ശേഷം പത്രക്കാരെ കണ്ട ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പറഞ്ഞ ഒരു ഭാഗം ഇതുമായി ചേർത്തു വയ്ക്കാമെന്ന് തോന്നുന്നു. ജീവിതത്തിലെല്ലാം എനിക്ക് തന്നെ നേടണം എന്ന് ചിന്തിക്കുന്നത് അപകടകരമാണ് എന്നൊരു ധ്വനിയുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിൽ. Win the World Cup in 23, but to play the finals of all 4 trophies was really good and shows how consistent we are as a team as well. You lose one series here and there, it doesn't mean that the team is bad or things are not going in the right direction. It happens, everybody is allowed to lose, and we lost a series in India against New Zealand, the test series, but that happens. It's like every time we take the field we are meant to win everything. But that is not going to happen. This is a sport that we play. There are opposition who are also trying their best to beat us. And you got to give credit to sometimes the opposition as well when they play good cricket. Not just look at the faults that we have. പ്രതിപക്ഷ ബഹുമാനം ആവശ്യമാണ് എന്ന്, ജീവിതത്തിൽ അപരസ്നേഹവും അപര ബഹുമാനവും ആവശ്യമാണ് എന്ന്. ഇതാണ് ലൈഫ് സ്കിൽ നൽകുന്ന പാഠം. അതിനു പകരം കണ്ണിൽ കാണുന്നതിനെയെല്ലാം വെടിവെച്ചു കൊന്ന് മുന്നേറുന്ന ഗെയിമുകൾ പഠിപ്പിക്കുന്നതെന്താണ്? ലഹരിക്ക് അടിപ്പെട്ടു പോകുന്നവരിൽ കാണുന്നത് പോലെയുള്ള ഭ്രാന്തമായ ആവേശമാണ് ഇത്തരം കളികളോടും ചില കുട്ടികൾക്കുണ്ടാകുന്നത്. സംഘട്ടനവും വെടിവയ്പും നിറഞ്ഞ കളികൾ, നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ അത് പടർന്നു പന്തലിക്കുന്നത് കേരളത്തിന്റെയും ആശങ്കയായി മാറിയിട്ടുണ്ട്. കുടുംബങ്ങളിൽ കുട്ടികളും മാതാപിതാക്കളും തമ്മിൽ വലിയ സംഘർഷങ്ങൾക്ക് വരെ ഈ കളികൾ കാരണമാകുന്നു.
മാനസിക ഉല്ലാസത്തിന് മറ്റെല്ലാ കളികളെയും പോലെ മൊബൈൽ ഫോണും ടാബ്ലറ്റും കമ്പ്യൂട്ടറും ഉപയോഗിച്ചുള്ള കളികളിൽ ഏർപ്പെടുന്നതിൽ തെറ്റു പറയാനാകില്ല. എന്നാൽ കുട്ടികളെയും യുവാക്കളെയും മാനസികമായും ശാരീരികമായും തളർത്തുന്നതും മനോനില താളം തെറ്റിക്കുന്നതുമായ കളികൾ ഒഴിവാക്കുക തന്നെ വേണം. സൈബർ സൂപ്പർ ഹൈവേയിൽ പതിയിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് കുട്ടികൾക്ക് പറഞ്ഞുകൊടുക്കണമെന്ന് വിദഗ്ധർ എപ്പോഴും പറയാറുണ്ട്. അതിന്റെ ഗൗരവം നോക്കണം. ദേശീയപാതയിൽ ഇറങ്ങുന്ന 5 വയസ്സുള്ള കുട്ടിക്ക് എന്തൊക്കെ സുരക്ഷാ നിർദ്ദേശങ്ങൾ നൽകുന്നുവോ അതുപോലെ തന്നെ വേണം ഇതിലും എന്നാണ് വിദഗ്ധർ പറയുന്നത്. എന്നാൽ പല രക്ഷിതാക്കൾക്കും ഇക്കാര്യത്തിൽ വേണ്ടത്ര അറിവില്ലാത്തതാണ് ചതിക്കുഴികളിൽ പതിക്കുന്നവരുടെ എണ്ണമേറാനുള്ള കാരണം. കുറച്ചുനേരം മൊബൈൽ കണ്ടോട്ടെ, മൊബൈൽ കാണുന്നതുകൊണ്ട് എന്താണ് കുഴപ്പം എന്ന് ചോദിക്കുന്ന രക്ഷിതാക്കൾ പലരുമുണ്ട്. അവരെന്താണ് കളിക്കുന്നതെന്നോ എത്ര നേരം കളിക്കുന്നുവെന്നോ പോലും അറിയാത്തവർ. ഓൺലൈൻ കളികളെയും അവയുടെ സ്വഭാവത്തെയും നിയന്ത്രിക്കാൻ നമ്മുടെ നാട്ടിൽ ഫലപ്രദമായ നിയമമില്ലാത്തതും ആപൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു. അച്ഛനെ കൊല്ലാൻ കഠാരയെടുക്കുന്ന മകൻ, ഗെയിമിലെ ടാസ്ക് കൈവരിക്കാൻ വീട്ടുകാരെപ്പോലും അറിയിക്കാതെ വിദൂര നഗരത്തിലേക്ക് രാത്രി ബൈക്ക് റൈഡിനിറങ്ങുന്ന യുവാവ്, മകനെ ഗെയിമിന്റെ ലോകത്തു നിന്നും തിരികെ പിടിക്കാൻ പാതിരാത്രി വരെ ഉറക്കമൊഴിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, കളിക്കുവേണ്ടി രക്ഷിതാക്കളുടെ അക്കൗണ്ടിൽ നിന്ന് അവരറിയാതെ പണമെടുക്കുന്നവർ. ഏറെ നാളായി കേരളം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ പലതും ഇത്തരത്തിലുള്ളതാണ്. ഇത്തരം ഗെയിമുകൾ അമിതമായി കളിക്കുന്നത് മാനസിക പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് അടുത്തിടെ ഉണ്ടായ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. യാഥാർത്ഥ്യത്തിൽ നിന്ന് സാങ്കല്പിക ലോകത്ത് മുഴുകി കുട്ടികൾ കുടുംബത്തിൽ നിന്ന് അകന്നു പോകുന്നു. കാണുന്നതിനെ അനുകരിക്കാനുള്ള ശ്രമം കുട്ടികളോടുണ്ടാകുമ്പോൾ അക്രമവും വിനോദത്തിനുള്ള മാർഗമായി അവർ കരുതുകയും ചെയ്യുന്നു. നോക്കൂ, അന്നും ഇന്നും അടിമയെന്നാൽ സ്വപ്നങ്ങൾ മരിച്ചവർ എന്നാണ് അർത്ഥം.